ഭ്രമയുഗം സിനിമ ഇറങ്ങി 50 കോടി ക്ലബിലും കയറി. എന്നാലും ചർച്ചകൾ തീരും തോന്നണില്ല. തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളോടായിരിക്കും ചർച്ചകൾ തീരും തോന്നുന്നുണ്ടോ? ഇല്ല, അതിന്റെ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് ഒരു വെറൈറ്റി സാധനം കേൾപ്പിച്ചുതരാം. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കാം. നമ്മുടെ ഈ മലയാളികൾ ആരും ടോൾക്കിയനോ ലോർഡ് ഓഫ് ദ റിങ്സ് വായിച്ചിട്ടില്ലേ? ഇങ്ങനെ ഭ്രമയുഗത്തിന് ഇത്ര ഫാസിനേറ്റഡ് ആകാൻ ഇറ്റ്സ് ആബ്സല്യൂട്ട് റിപ്പ് ഓഫ്. എനിക്കറിയില്ല അവരതിന് അഡാപ്റ്റഡ് ഫ്രം കൊടുത്തിട്ടുണ്ടോന്ന്. പക്ഷെ ദി ഹോൾ ഐഡിയ ഒരു റിങ്, ആ റിങ് അധികാരത്തിനെ സിംബലൈസ് ചെയ്യുന്ന, ആ റിങ് ഇടുമ്പോഴത്തേക്ക് ഒരാൾ പവർഫുൾ ആകുന്നു, ആ റിങ് കളയേണ്ടി വരുന്ന നല്ല അഡാപ്റ്റേഷനാണ്. മമ്മൂട്ടി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്, ഇഫ് ടോൾക്കിയൻ ആൻഡ് ലോർഡ് ഓഫ് ദ റിങ്സ് ഇസ് നോട്ട് അക്നോളജ് ദ മൂവി, വളരെ കഷ്ടമാണ്. കാരണം ലോർഡ് ഓഫ് ദ റിങ്സ് എത്രയോ വർഷങ്ങളായിട്ട് മനുഷ്യർ വായിക്കുന്നത് ക്ലാസിക് ആയിട്ടുള്ള വർക്ക് അല്ലേ. അതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. ആ റിങ്ങിന് വേണ്ടിയുള്ള ആൾക്കാരുടെ പാഴ്ചലും ആ റിങ് കിട്ടുമ്പോൾ ആൾക്കാർ മാറുന്നതും, അവസാനം ഗോളം എന്ന് പറഞ്ഞ ആളായിട്ട് ആ റിങ് ഇടുന്ന ആൾ മാറുന്നതും. ഇൻഫാക്ട് ആ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ബുക്കുകൾ വായിച്ചിട്ട് പിന്നെ ബ്രഹ്മയുഗം കാണുമ്പോഴത്തേക്ക് അതിലെ ചാത്തൻ അതുപോലെ തന്നെ ഇരിക്കുന്നു നമുക്ക് തോന്നും. സോ ഗുഡ് അഡാപ്റ്റേഷൻ, പക്ഷെ അറ്റ്ലീസ്റ്റ് അത് അക്നോളജ് ചെയ്യണം. അപ്പൊ ഡൂൾ ന്യൂസിൽ വന്നൊരു വീഡിയോ ആണ്. അപ്പൊ ഇതിൽ പറയുന്നത് ലോർഡ് ഓഫ് റിങ്സിന്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് ബ്രഹ്മയുഗം എന്നുള്ളത്. ഓൺലി ബേസ്ഡ് ഓൺ ആ റിങ്. ഒരു റിങ്ങിന്റെ കാര്യത്തിലാണ് 36 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് മലയാളികളെ മൊത്തത്തിൽ 36 ഒന്ന് പുച്ഛിക്കുന്നുണ്ട്. ദിസ് ബ്ലഡി മലയാളീസ് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും മലയാളികളായ നിങ്ങൾക്ക് ഇതെന്തോന്നടേ, ഒരു ക്രെഡിറ്റ് പോലും കൊടുത്തില്ല ലോർഡ് ഓഫ് റിങ്ങിന്. ഈ പറയുന്ന മാഡം ആരാന്ന് എനിക്ക് അറിയില്ല സീരിയസ്ലി. അവര് മേ ബി അബ്രോഡ് ആയിരിക്കും, എനിക്ക് ഇവരാരാന്നും അറിയില്ല. അപ്പൊ ഒരു പടം കണ്ടുകഴിഞ്ഞിട്ട് ഇവർക്ക് ഇത് ലോർഡ് ഓഫ് റിങ്സുമായിട്ട് ഓക്കെ, ഈ ഒരു റിങ്ങിന്റെ ഒരു സാധനം വെച്ചിട്ട് ഒരു സാദൃശ്യം, ഒരു സിമിലാരിറ്റി തോന്നാം. അത് കണ്ടതിന് ശേഷമാണോ ബ്രഹ്മയുഗം സിനിമ ബ്രഹ്മയുഗത്തിന്റെ ടീം ഉണ്ടാക്കി എന്നുള്ളൊരു തോട്ടിലാണ് അവരാ സംസാരിക്കുന്നത്. അതായത് ലോർഡ് ഓഫ് റിങ്ങിന് ഒരു അഡാപ്റ്റേഷൻ ആയിട്ട് ഈ സിനിമ കൊണ്ടുവന്ന് വെച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ലോർഡ് ഓഫ് റിങ്ങിന് ഒരു കേർട്ടസി പോലും കൊടുത്തില്ല എന്നുള്ളതാണ് 36 ചോദ്യം വരുന്നത്. ഓക്കെ, പക്ഷെ അവിടെ ഈ വീഡിയോ ഇട്ട മാഡത്തിനോട് പറയാനുള്ളത്, ലോർഡ് ഓഫ് റിംഗ് എന്ന് പറഞ്ഞ ബുക്ക് തന്നെ ഒറിജിനലി പബ്ലിഷ്ഡ് ഓൺ 1954 ആണ്, 1954. ആൻഡ് ദിസ് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സംഗതി ഐതിഹ്യമാല എന്ന് പറയും. ഐതിഹ്യമാലയുടെ ഒരു ഭാഗമായിട്ടാണ്, അതിലുള്ളൊരു സംഗതിയാണ് ഈ പോറ്റിയുടെ കഥ. ഓക്കെ, ചാത്തൻ പോറ്റി, ഈ സംഗതി ഐതിഹ്യമാലയാണ്. അപ്പം ഞങ്ങൾ മലയാളികൾക്ക് ഈ കഥ അറിയുന്നത് നമ്മളെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി, കണ്ടിൽ സാധനം കുത്തിയിട്ട് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്ത് ഐതിഹ്യമാല രചിച്ചത്. ഓക്കെ ഓക്കെ, 1885 മുതൽ 1937 വരെയാണ് മൂപ്പര് ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത്. അതിൽ തന്നെ 1909 ആണ് ഐതിഹ്യമാല മൂപ്പര് എഴുതി തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഐതിഹ്യമാലയാണോ ഏറ്റവും പുരാണം അല്ലെങ്കിൽ ഏറ്റവും പഴയത്, ലോർഡ് ഓഫ് റിങ്സ് ആണോ ഏറ്റവും പഴയത്? അതായത് നമ്മുടെ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ആ സിനിമേൻ്റെ എൻറ്റയർ ടീം, മമ്മൂക്കടക്കം അതിൻ്റെ ഡയറക്ടർ അടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സിനിമയ്ക്ക് റെഫറൻസ് എടുക്കാൻ പോലും ഒന്നുമില്ല. സാധാരണ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എവിടെന്നെങ്കിലും ഒരു റെഫറൻസ്, ഇപ്പോൾ ഒരു ലവ് സ്റ്റോറി, ഒരു കാര്യം തന്നെ അതാണ് ആ കാലഘട്ടം. അതായത് പഴയ ഏതോ കാലത്താണ്, റെഫറൻസ് ഇല്ല. ഇപ്പൊ ഒരു പ്രേമം, ഇപ്പൊ എല്ലാ സിനിമയിലും ഒരു പ്രേമമാണ് വരുന്നത്. ഷാജഹാൻ മുംതാസ്, റോമിയോ ജൂലിയറ്റ്, കുറേ സാധനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാം, അഡാപ്റ്റേഷൻ എടുക്കാം അല്ലേ? അതിനൊക്കെ ഓരോ ഏടുകൾ എടുക്കാം. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക് മൂവി, ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിസ്റ്റോറിക് മൂവി ഏതാ? ബാഹുബലി ആണെങ്കിൽ പോലും അവർക്ക് വേണമെങ്കിൽ റെഫറൻസ് എടുക്കാം, മഹാഭാരതം എടുക്കാം, രാമായണം എടുക്കാം, അവർക്ക് എന്തും എടുക്കാം. എങ്ങനെ റെഫർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? ഈ ബ്രഹ്മയുഗത്തിന്റെ ടീം തന്നെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സാധനം, ഒരു മോതിരം, ഒരു ചാത്തൻ, ഒരു രീതിയിലുള്ള റെഫറൻസ് ഇല്ല, ഇല്ലാത്തൊരു സംഭവമാണ്. കേട്ടുകേൾവി ഉണ്ട്, കണ്ടിട്ടില്ല. അതായത് ഒരു റെഫറൻസ് ഇതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് ചെയ്ത് വെക്കേണ്ടത് ഈ സംഗതി. ഇപ്പൊ ഒരു ഹിസ്റ്റോറിക് വാർ ഫിലിം ലൈക്ക് ബാഹുബലി, ഇപ്പൊ ബാഹുബലി റെഫറൻസ് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ പഴയ ഇനിയുള്ള ആൾക്കാർക്ക് എടുക്കാം.
ബാഹുബലിന്റെ ടീമിനാണെങ്കിൽ തന്നെ അതിന്റെ മുമ്പ് ഇറങ്ങിയ ഈ പഴയ മലയാള സിനിമ എടുത്തു നോക്കിയാൽ തന്നെ വാൾപ്പായിട്ടും മറ്റേതും കുറച്ചതായിട്ട് കുറെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർക്ക് നായകനോട് പറഞ്ഞു കൊടുക്കാൻ ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അയാൾക്കുണ്ടാവില്ല. ഈവൻ മമ്മൂക്കൊക്കെ തന്നെ ചലഞ്ചിങ്. നമുക്കൊക്കെ ഇത് എന്താന്ന് വെച്ചാ ഇത് എങ്ങനെ ആയിരിക്കും ഇയാളെന്നുള്ളത് യാതൊരു വിധ ഇല്ലല്ലോ. ഈ പോറ്റി എങ്ങനെയാണ് അല്ലെങ്കിൽ അയാളുടെ എങ്ങനെ ആയിരിക്കും അയാള് ബിഹേവ് ചെയ്യാന്നുള്ളതൊക്കെ, നടത്തം, ഇരുത്തമായ ഒന്നും ഒരു രീതിയിലും കോപ്പി ചെയ്യാനോ. അർജുന മമ്മൂട്ടി പിന്നെയും ലെജൻഡറി ആക്ടറാണ്, മൂപ്പർക്ക് പിന്നെയും അതെന്തെങ്കിലും ചെയ്യാന്ന് വിചാരിക്കുക. നമ്മളെ അർജുന അശോകിന്റെ ഒക്കെ അവസ്ഥ എന്താ? എങ്ങനെയാണ് മൂപ്പര് ആ പാട്ട് പാടുന്ന പാണനായിട്ട് അവിടെ വന്നു നിന്നിട്ട് മൂപ്പര് എന്ത് ചെയ്യുന്നുള്ളത്? അവിടേക്കാണ് ആ സിനിമയുടെ ഒരു ബ്രില്യൻസ് നമ്മളെ ആലോചിക്കേണ്ടത്. പിന്നെ ഈ പണ്ട് കാലത്ത് ഇപ്പൊ ഒന്നും വേണ്ട, മലൈക്കോട്ടെ വാലിബൻ ഇതില് മോതിരമാണെങ്കിൽ മലൈക്കോട്ടെ വാലിബലിന് ചെവിയിലിടുന്ന മറ്റെന്താണ് ഒരു കടുക്കം പോലത്തെ സാധനമാണ്. സോ പഴയ കാലഘട്ടത്തിൽ ഈ അധികാരത്തിന്റെ ചിഹ്നം അല്ലേ? അങ്ങനെ ഒരു അധികാരം രാജാക്കന്മാരൊക്കെ കണ്ടില്ലേ യുദ്ധം ചോദിച്ചു വരുമ്പോ മോതിരം കൊടുക്കും. ദൂതന്മാരായില്ലേ ഒരു റാണി ഒരു മോതിരം കൊടുത്തിട്ട് ഒന്നും വേണ്ട, നമ്മളെ മറ്റേ എന്തോ രാമായണത്തില്ലേ ഹനുമാനം കണ്ട് ലങ്കയെ ചാടി പോകുമ്പോ. അപ്പൊ അങ്ങനെയാണ് ഈ മോതിരം, വള, ചെവിയിലിടുന്ന സാധനങ്ങൾ, ഇതൊക്കെ ഒന്നില്ലെങ്കിൽ ഒരു അധികാരത്തിന്റെ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പല രീതിയിൽ ഈ സാധനങ്ങളൊക്കെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ ലോകത്ത് എവിടെയും കോമൺ ആയിരിക്കും, ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നോക്കുമ്പോൾ ഇത് കോമൺ ആയിരിക്കും. അപ്പൊ നിങ്ങളൊരു സിനിമയെ നിങ്ങൾക്ക് എല്ലാ അധികാരമുണ്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ, നമ്മളൊന്നും ഇല്ലാന്ന് പറയാം. അപ്പൊ നമുക്കൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ നമുക്ക് നമ്മളുടേതായിട്ടുള്ള വ്യൂ പോയിന്റ് തോട്ട്സ് ഉണ്ട്. അതെ, നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ നമ്മളെ തോട്ട് പ്രോസസ് ഉണ്ട്. ഐ റെസ്പെക്ട്, ലൈക്ക് എന്താ പറയാ, ഒരാളുടെ ക്രിറ്റിസിസം ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യും. പക്ഷെ ഇത് ലൈക്ക് എന്താ പറയാ, ഗെയിം ഓഫ് ത്രോൺസിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അവർ ഈ സിനിമേന്റെ ആളുകൾ അതിന് ഗെയിം ഓഫ് ത്രോൺസ് അല്ല, ലോർഡ് ഓഫ് റിങ്സിന്റെ അതേപോലെ തന്നെ. അപ്പൊ ലോർഡ് ഓഫ് റിങ്സിന് അത് അതേപോലെ പറിച്ചിടുമ്പോൾ നിങ്ങൾ അതിനൊരു ക്രെഡിറ്റ് കൊടുക്കണ്ടേ, കേർട്ടസി കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് നോ, അത് എവിടെയോ അവർക്ക് കൺഫ്യൂഷൻ ആയതാണ് ആണ് തോന്നുന്നു. എന്താണെങ്കിലും പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ വേറെ റീസൺ ഉണ്ട്. ഒന്ന് ഇത് പറയണം, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചേട്ടാ അവിടെ സിനിമ ഇറങ്ങി പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ തലയിലായിരിക്കില്ല എല്ലാവരും. ഒരു സിനിമ ഇറങ്ങി അത് ആളുകളാരും തിയേറ്ററിൽ കയറുന്നില്ല, അത് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്തായിരിക്കും? എല്ലാവരും റിവ്യൂസിന്റെ തലേ നിങ്ങൾ പൊട്ടിച്ചു, ബോംബിങ്, അതാണ് പറയുന്നത്. അതെ, റിവ്യൂ ബോംബിങ് എന്ന് പറയാം. ഇപ്പൊ എന്താ ആർക്കും ഒന്നും പറയാല്ലേ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ? പ്രേമലു വമ്പൻ ഹിറ്റ് ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഈ 4 പടത്തിന്റെ റിവ്യൂ എടുത്ത് നോക്ക്, 10 മൂവി റിവ്യൂ എടുത്ത് നോക്കി 9 മൂവി റിവ്യൂ പോസിറ്റീവാണ്. എല്ലാവരും ഒരുപോലെ അപ്രീഷിയേറ്റ് ചെയ്ത് വിട്ടിട്ട് നിങ്ങൾ ചെറിയ വ്യൂവർഷിപ്പ് ഒന്നും ഇല്ലല്ലോ അല്ലേ? നിങ്ങൾ ഈ പടം പൊട്ടി അല്ലെങ്കിൽ തിയേറ്ററിൽ ആള് വരുന്നില്ല, മൂവി ബോംബിംഗ് ആണ്, അവരെ വ്യൂവർഷിപ്പ് 10 ലക്ഷം 8 ലക്ഷം എന്ന് പറയുമ്പോൾ സിനിമേന്റെ പോസിറ്റീവ് പറഞ്ഞിട്ടും 10, 8, 9 ലക്ഷം വ്യൂവർഷിപ്പ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ ആരും വന്നിട്ട് പറയുന്നില്ല സിനിമ റിവ്യൂസ് പടം ഹിറ്റാക്കി എന്നൊന്നും പറയണ്ട, അതിനൊന്നും നമ്മൾ ചോദിക്കണം പറയണില്ല, സപ്പോർട്ട് ചെയ്തു എന്ന് പറയാലോ. അതായത് സിനിമ എങ്ങനെ റൺ ചെയ്യുന്നു, ആളുകളിലേക്ക് ഇവര് കറക്റ്റ് കാര്യങ്ങൾ എത്തിച്ചു എന്ന് ഒരു മാന്യതയാണ്. മാളത്തിൽ വിളിച്ചിരിക്കുന്ന ഇവരൊക്കെ ഒരു പടം പൊട്ടി കഴിഞ്ഞാൽ അപ്പൊ വന്നിട്ട് പറയും ആണോ ഇപ്പൊ പൊട്ടിച്ചു, ഇപ്പൊ അങ്ങനെ ചെയ്തു, ഇപ്പൊ ഇങ്ങനെ ചെയ്തു, ഇവർക്കെതിരെ കേസ് വേണം. അതെ, ഇവര് ബോംബിംഗ് ആണ് ചെയ്യുന്നത്. എന്നാണെങ്കിൽ അതും കൂടി ഒന്ന് പറയണമെന്നുണ്ട്. ഞാൻ ഇന്ന് നമ്മളെ ദിലീപ് ഏട്ടൻ ഇടപെട്ടിട്ട് സിനിമേന്റെ ഇതൊക്കെ റെഡിയാക്കി എന്നുള്ള കേട്ടെ. അപ്പൊ ഓക്കെ ഗൈസ്, ബ്രഹ്മയുഗം ടോപ്പിക് ഇവിടെ അവസാനിക്കല്ലേ? നിക്കും തോന്നണില്ല, അതങ്ങനെ പോകണ്ട് ഇട്ടത് അല്ലേ? അത് മമ്മൂക്കാന്റെ അഭിനയത്തിന്റെ പ്രതിഭ മൊത്തം ടീമിനെ പറയണം അല്ലേ? അത് വലിയൊരു റിസ്കുമാണ്, ഭയങ്കര ചലഞ്ചാണ് ശരിക്കും.